രാവിലെ നീ ആരാ, നിനക്ക് എന്ത് വേണം, നീ എനിക്ക് എന്തിനു മെസ്സേജ് അയക്കണമെന്ന് ചോദിച്ച ആള് രാത്രിയായേ പറയും എനിക്ക് ഫീലിങ്സ് കാരണം ഉറക്കം വരുന്നില്ല, എനിക്ക് നിന്നോട് ഭയങ്കര ഫീലിങ്സ് ആണ് എന്ന് പറയും. അങ്ങനെ അങ്ങനെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മൈൻഡ് ഗെയിംസ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അതിന്റെ സീസൺ അവസാനിക്കുന്നില്ല. സീസൺ 1, 2. ചില ആൾക്കാര് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും, കൺട്രോൾ ചെയ്യും. ഹലോ, ഇന്ന് എൻ്റെ ട്രാവൽ പാർട്ട്ണറിൻ്റെ കൂടെ എവിടെ പോകണമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എൻ്റെ ട്രാവൽ പാർട്ട്ണർ എൻ്റെ മോള്, അവളുടെ പേര് ജഹാന എന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, എന്തിനാ കരഞ്ഞേ? എനിക്ക് ഡെലിവറിയില് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് മുതലേ അവസാനം വരെ എന്നോട് എൻ്റെ അവൾക്ക് നല്ലോണം അറിയാം. ഇനി ഈ കാര്യം പറഞ്ഞ് അവൾ പിന്നെയും വീഡിയോ ചെയ്യും. ഞാൻ മുലയൂട്ടുന്ന അമ്മയാണ്, അമ്മയുടെ അർത്ഥം മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ അടുത്തത് നോക്കിക്കോന്നു. ഈ സംഭവം ഇടുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശരി, ഇപ്പം ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്യാം. ഇന്ന് തന്നെ വന്നതാണ്. അസ്ലാം അലിയുടെ ഹിലയുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് വന്നൊരു വീഡിയോ ആണ്. മണിക്കൂറുകൾക്ക് മുമ്പ് വന്നൊരു വീഡിയോ ആണ്. ബട്ട് ഇതൊരു എന്താണ് ഇതിന് പറയുക എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നാരിത്തരമെന്നോ തെണ്ടിത്തരമെന്നോ അല്ലെങ്കിൽ എന്തൊരു അപരിഷ്കൃതമായിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെന്നുള്ള കാര്യം നിങ്ങളിവിടെ കാണും. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരെന്തോ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ച പോലെയാണ്. എല്ലാം കൊണ്ടും അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കണം. അവരെ പാർട്ട്ണർ ലോയൽ ആയിരിക്കണം, അവിടെ പാർട്ട്ണർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പറയണം, അങ്ങോട്ട് ചാടിയാൽ പറയണം, ഇങ്ങോട്ട് മറിഞ്ഞാൽ പറയണം, അങ്ങനെ മൊത്തത്തിൽ ലോയൽ ആയിരിക്കണം. എന്നാൽ ഇവരുടെ ഓൺ ബിഹേവിയർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഓൺ ബിഹേവിയർ എന്ന് വെച്ചാൽ രാത്രി മഴയാണെങ്കിൽ രാവിലെ വെയില്, അങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും. രാവിലെ നീ ആരാ, നിനക്ക് എന്ത് വേണം, നീ എനിക്ക് എന്തിനു മെസ്സേജ് അയക്കണമെന്ന് ചോദിച്ച ആള് രാത്രിയായേ പറയും എനിക്ക് ഫീലിങ്സ് കാരണം ഉറക്കം വരുന്നില്ല, എനിക്ക് നിന്നോട് ഭയങ്കര ഫീലിങ്സ് ആണ് എന്ന് പറയും. അങ്ങനെ അങ്ങനെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മൈൻഡ് ഗെയിംസ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അതിന്റെ സീസൺ അവസാനിക്കുന്നില്ല. സീസൺ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൈൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു സംഭവം. സോ ലൈഫ് ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മിക്സ്ഡ് സിഗ്നൽസ് തരുന്നവരെ പ്രേമിക്കാതിരിക്കുക. അവർക്ക് ഒരിക്കലും നിങ്ങളോട് ലോയലായിട്ട് പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കണ്ടപ്പോൾ എന്ത് തോന്നി, എന്ത് മനസ്സിലായി? നിങ്ങളിവിടെ കാണുന്നത് ഹില അസ്ലാം അലി. പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓരോ റിലേഷൻഷിപ്പ്, ചില ആൾക്കാരുടെ ഈ ലോയൽറ്റി വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളതായിരിക്കും കേട്ടത്. ഞാനിതുവരെ കേട്ടുള്ളത്, നമ്മൾ മറ്റൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മറ്റ് കുറേ ആൾക്കാർ ശ്രദ്ധിച്ചത് മൊത്തം വേറെയാണ്. ഈ പെൺകുട്ടി അഥവാ ഹില എന്ന് പറയുന്ന അസ്ലാം അലി ഈ അടുത്ത കാലത്താണ് കുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ഓക്കെ, ഒരു മദർഹുഡ്, ഇതൊരു ഒരു അമ്മയാണിപ്പോൾ. കുഞ്ഞിന് പാല് കൊടുക്കുന്ന, മുലപ്പാൽ ഊട്ടുന്ന ഒരമ്മ. സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് കൊടുക്കാനുള്ള പാലും ചുമന്നുകൊണ്ടാണല്ലോ അമ്മ നടക്കുക. നമ്മളെ അമ്മമാരങ്ങനെയായിരുന്നു നമ്മൾ വളർത്തിയത്. നമ്മുടെ സഹോദരിമാരാണ് അവർ പ്രസവിച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ അവരും അങ്ങനെയാണ്. സ്ത്രീകൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്ത്രീകൾ അത്രയും നമ്മൾ ബഹുമാനിക്കുന്നത്. ബഹുമാനിക്കാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടിസ്ഥാനപരമായൊരു കാര്യം. ബട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ തോന്നാത്തൊരു കാര്യം വേറെ കുറച്ച് ആൾക്കാർക്ക് തോന്നി. അവിടെയാണ് നമ്മൾ പാത്തറ്റിക് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് ഇട്ടു കേട്ടോ. അതെനിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല. നാണമില്ലല്ലോ നാറികളെ, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അമ്മയായ പെണ്ണിൻ്റെ ശരീര ഘടന കണ്ടിട്ട് പുളകം കൊള്ളാൻ. നിൻ്റെയൊക്കെ സ്വന്തം സഹോദരി പ്രസവിച്ച് കിടന്നാൽ നീയൊക്കെ എങ്ങനെയാകും, ആ കുട്ടിയെക്കാണ് കഷ്ടം. ഞാൻ ഇങ്ങനൊരു കമൻറ്റ് ഇടണമെങ്കിൽ അതിനകത്തുള്ള കമൻറ്റ്സ് എത്രമാത്രം ആൾക്കാരായിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിന്തിക്കുന്നതിനപ്പുറമാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കാണുക. ഇവിടുത്തെ ഒരു കമൻറ്റ്, ഒരു ഫേക്ക് അക്കൗണ്ട് വിദ്വാൻ മിൽക്ക് എന്ന് ഇട്ടേക്കുന്നു. അതേടെ മിൽക്ക് തന്നെയാണ്. അതെ, സ്തന്യമെന്ന് പറയും. മാതൃരക്തമാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ അതിനെ ഉദരത്തിൽ ഏതാണ്ട് 8-9 മാസം ചുമന്ന് അതിനുശേഷം ഒന്നുകിൽ നമ്മുടെ ഡയറക്റ്റായിട്ട് ഒരു സുഖപ്രസവം എന്നുള്ള സംഭവം ഇല്ല ലോകത്ത്. എന്തായാലും പ്രസവിക്കുന്ന നേരായ രീതിയിലല്ല പ്രസവിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാരണം ചിലപ്പോൾ സിസേറിയനിലൂടെയൊക്കെ പ്രസവിക്കാം. ഓക്കെ, എന്തായിരുന്നാലും ജന്മം നൽകുന്ന അമ്മ. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അമ്മ തന്നെ പാലൂട്ടി വളർത്തുക. അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം കാത്തിടണമേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. അമ്മിഞ്ഞ പാലെന്നുള്ള സാധനം അത് എവിടെയാണ് ഉണ്ടാവുന്ന? കാലിൻ്റെ വേറെ ഒരു സ്ഥലത്തുമല്ല. ഓക്കെ, അത് മാറിൽ തന്നെയാണ്, മുലകളിൽ തന്നെയാണ്. എന്താ അതിനെന്താ എന്താ പ്രശ്നം?
പണ്ട് ബഷീർ എഴുതിയിട്ടുണ്ട് ഭഗവത്ഗീതയും മുലകളും എന്ന് പറഞ്ഞിട്ട് എന്തൊരു സംഭവം. ഇതൊക്കെ ഭയങ്കരമായിട്ട് മറ്റൊരു അർത്ഥത്തിൽ മാത്രം കാണാം. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെയാണ് ജനിച്ച് വളർന്നതിന് ശേഷം പാല് കുടിച്ച് വളർന്നത്? എന്താ പറയാനെക്കുറിച്ച്? അയ്യോ അങ്ങനെയാണോ കാണുക? ആണോ? അല്ലല്ലോ. ഞാനിത് അവരോട് ചോദിക്കുന്ന കേട്ടോ. അവിടെ മിൽക്കെന്നൊരു കമൻറ്റ് ഇട്ടേക്കുന്നു. എന്താടാ ആൾക്കാർ കമൻറ്റ് തിരിച്ച് മറുപടി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, അവർക്കൊരു കുഞ്ഞുണ്ട്, അതിന് പാലും കൊടുക്കും, നീ എങ്ങനെ നിൻ്റെ അമ്മയുടെ മിൽക്ക് നോക്കി ഇരുന്നോ? ആണ് ഇങ്ങനെയുള്ളവന്മാർ വീട്ടിൽ കിടന്ന് എങ്ങനെ ആയിരിക്കും അവസ്ഥ? പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കടാ, നല്ല തന്ത. ഇതിനകത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പെണ്ണിനെ കണ്ടിട്ട് ഇങ്ങനെ പറയാം. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരി നേരിട്ടറിയും. ഞാൻ അവരർത്ഥത്തിലാണ് സംസാരിക്കുന്നത്, അല്ല നെഗറ്റീവായിട്ടുള്ള ഒരു പരാമർശം അല്ല കേട്ടോ, വേറെ ചിന്തിക്കരുത്. ഓക്കെ, ഇനി അടുത്ത് കുറേയധികം കമൻറ്റ്. അകിട് വീർത്ത പശു എന്തിന് കരയുന്നേ? അകിട് വീർത്ത പശു എന്തിന് കരയുന്നു? ആദർശ് പട്ടത്തിൽ. ഇവൻ്റെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകളുടെ ഒരവസ്ഥ. നിൻ്റെ അമ്മയും ഒരു കാലത്ത് അകിട് വീർത്ത പശുവായിരുന്നടാ, പട്ടിക്കുണ്ടായ കാട്ടമേ. ഓക്കെ, ഇത്ര വൃത്തികേടായിട്ടാണ് ലോകത്ത് വൃത്തികേടായിട്ട് ലോകത്താരും കാണില്ല എന്ന് പറഞ്ഞ് വീണ്ടും എൻ്റെ എക്സ്പ്ലനേഷൻ. വാക്കുകൾ ചീപ്പാണെങ്കിൽ പേഴ്സണാലിറ്റിയും അതിൽ കൂടുതൽ ചീപ്പായിരിക്കും. റെസ്പെക്ട് മദർഹുഡ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ല, അതെ, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കേണ്ട ഒരു കാര്യം എന്താ? ഇയാൾ ഇങ്ങനെ വീഡിയോ ഇട്ടേ മനസ്സിലായില്ലേ പൊട്ടന്മാരെ നിങ്ങൾ കമൻ്റ് ഇടും എന്ന് അവൾക്ക് നല്ലോണം അറിയാം. ഇനി ഈ കാര്യം പറഞ്ഞ് അവൾ പിന്നെയും വീഡിയോ ചെയ്യും. ഞാൻ മുലയൂട്ടുന്ന അമ്മയാണ്, അമ്മയുടെ അർത്ഥം മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് ആവും അടുത്തത് നോക്കിക്കോന്നു. ഈ സംഭവം ഇടുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരി, ഇപ്പം അസ്ല ഒരു വീഡിയോ ചെയ്തു. ഈ വീഡിയോ ഇട്ടതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അല്ല, പുള്ളിക്കാരത്തി എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത് ഒന്ന് പറഞ്ഞ് നിങ്ങൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയൂ പ്ലീസ്, ഒന്ന് പറയൂ. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ വേറെ എന്തെങ്കിലും സംഭവമൊക്കെ ഇങ്ങനെ മറച്ച് കുറേ അധികം ഇങ്ങനെ ഇട്ട്, അല്ലെങ്കിൽ ഒരു മറ്റേ പർദ്ദയൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ മൂടി, എന്നിരുന്നാലും ആ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ തള്ളിത്തന്നല്ലേ നിൽക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കും ഇതിന്? അതിന് 30 ലൈക്ക്. ഇനി ആ 30 ലൈക്ക് ഇട്ട മഹാത്മാക്കൾ ആരൊക്കെയാണ്? അതിനകത്ത് തന്നെ സ്ത്രീകളുണ്ട് കേട്ടോ. അതിനകത്ത് സ്ത്രീകളുണ്ട്. അതാണ് ഏറ്റവും രസം. സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത്. രണ്ട് തലകൾ തമ്മിൽ ചേർന്നാലും ചില സംഭവങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുന്നത് വിഷയം അതാ. നിൻ്റെ തള്ളയ്ക്ക് മോളല്ലേ ഇല്ല, ഇത്രയും ആൾക്കാർ തെറിയും പറയുന്നുണ്ട്. ഇവിടെ കുറേ പേർ ചിരിക്കുന്നുണ്ട്. മെലിഞ്ഞല്ലോ, എല്ലാവരും ഇങ്ങനെ തന്നെ ആണും പെണ്ണും. ഇതെന്താ ഇങ്ങനെ ലോയൽറ്റി? അതെ, ഇതെന്താ ജേഴ്സി പശുവോ? അടുത്ത കമൻറ്റ്. ഈ വർത്തമാനം പറയുന്ന നേരം ജേഴ്സിയുടെ സ്പെല്ലിംഗ് എഴുതി പഠിക്ക്, വിവരമില്ലാത്ത എന്നൊരു തെറി പറയുന്നു. ജെർസി എന്നാണ് എഴുതിയിരിക്കുന്നത്. ജേഴ്സി പശു എന്നാണ് ഞാനും വായിച്ചത്, പക്ഷേ എഴുതിയിരിക്കുന്നത് ജെർസി എന്നാണ്. ജെർസി പശു, കൊച്ചു മുതലാളി. ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടാണ് കേട്ടോ. എനിക്ക് ടാർഗറ്റ് ആണെന്നാണ് തോന്നുന്നത്. ടാർഗറ്റ് ചെയ്ത് വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തുവാടെ ഒരു മാതിരി വേസ്റ്റ് കമൻറ്റ് സെക്ഷൻ. യെസ്, ഷെയിം ഓൺ ദ കമൻറ്റ് ബോക്സ്, ഷെയിം ഓൺ ഇൻ ദിസ് കമൻറ്റ് ബോക്സ്. ഓക്കെ, ഒന്ന് പെറ്റപ്പോഴേക്കും പടുകിളവി. ജഡ്ജിമെൻറ്റ് കണ്ടോ? ഒന്ന് പെറ്റപ്പോഴേക്കും പടുകിളവിയായി എന്നൊക്കെ. ഒരാൾ കുറ്റം പറയുന്നതും അതിനേക്കാൾ മൂത്ത കിളവി മിന്നൂസ്. അതെ, ഇവിടെ കാണിക്കുന്നുണ്ട്. ഫോട്ടോയുടെ പകുതി ഭാഗമേ ഉള്ളൂ. ഇവരാണ് ഈ പുള്ളിക്കാരത്തെ പറഞ്ഞ് ഒന്ന് പെറ്റപ്പോഴേക്കും പടുകിളവി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്. അത് മൂത്ത കിളവിന്ന് തിരിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അത് തന്നെ. അല്ല, നിൻ്റെ തള്ള പോലും ചെറുപ്പക്കാരിയല്ലേ? കമൻറ്റ് ബോക്സിൽ ഉള്ളവരൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ? നീയൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ വന്നേ? തള്ളച്ച് ഡിവോഴ്സ് ആയില്ലേ? കണ്ടോ ഇവരുടെ ഇത്? ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു കറക്റ്റായിട്ട് വന്നേക്കുന്നത്. ഇത് പ്ലാൻ ചെയ്ത് വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നീ ആരാ? ഡിവോഴ്സ് ലോയറാണോ എന്നൊക്കെ കമൻറ്റും റിപ്ലൈയും കൊടുക്കുന്നുണ്ട് ഫേക്ക് ഐഡികളിൽ നിന്ന് തന്നെ. മലയാളികൾ പരനാറികളായോ? നിൻ്റെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ നിന്നെപ്പോലെ പരനാറികളെ അബ്യൂസ് ചെയ്യപ്പെടുന്നവരെ തങ്ങൾ പെടാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഒപ്പം നിൻ്റെയൊക്കെ കണ്ണുകളിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളും എത്താതിരിക്കട്ടെ. ഫേസ് മാത്രം കാണിച്ച് വീഡിയോ ചെയ്താൽ മതി, കാണാൻ ബോറും ഭയങ്കര വൃത്തികേട്. ഇതൊക്കെ ചില ആൾക്കാർ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, നമ്മളിങ്ങനെ വന്നിരുന്ന് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മളെക്കുറിച്ച് മറ്റൊരു ജഡ്ജ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മളത് എക്സ്പെക്ട് ചെയ്യാത്തതുണ്ട്. നമ്മളതിന് ശേഷം ഈ ഒരു സാധനം വരുമ്പോണ്ടല്ലോ, ചില എല്ലാ മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കും അത് ഒരുപോലെ ഇരിക്കത്തില്ല. ചില ആൾക്കാർക്ക് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് പോട്ട് പുല്ലെന്ന് വിചാരിക്കും.
മറ്റു ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ തകർന്നു പോകും, അവർ പുറമെ കാണിച്ചിട്ടില്ലെങ്കിൽ തകർന്നു പോകും. ഇതൊക്കെ എന്ത് കമൻറ്റാണ്, എന്ത് തരം കമൻറ്റാണ്? അവർ അമ്മയാണ്, കുട്ടിക്ക് പാല് കൊടുക്കുന്ന അമ്മ, ആ അമ്മയ്ക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, നിൻ്റെ അമ്മയും അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഹർ ലൈഫ് ഹർ ചോയ്സ്. ഇതിനകത്ത് ഹർ ലൈഫ് ഹർ ചോയ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അതിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം പോലും ഇല്ല. ഞാനത് അത്ര നല്ല ആളല്ല, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കാണണ്ട, ചെയ്താൽ മതി എന്നൊക്കെ പറയാൻ ഇയാൾ ആണോ അവൾക്ക് ചിലവിന് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് നീ മുഖം കാണിക്കാത്തത്. ആൾക്കാർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ലേഡി സ്പിറ്റിംഗ് ഫാക്ട്സ് കണ്ട, അവിടെ അത് മനസ്സിലാക്കിയ ആൾക്കാരുടെ കമൻറ്റും ഉണ്ട്. ലേഡി ഈസ് സ്പിറ്റിംഗ് ഫാക്ട്സ്, ദിസ് ഈസ് സോ ട്രൂ, ഫൈനലി സമ്മൺ സ്പോക്ക് അബൌട്ട് ഇറ്റ് ഹിയർ. ഇത് കണ്ടവർ, അത് വിഷയം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കമൻറ്റ് ചെയ്തവരുണ്ട്. ഉള്ളിൽ പാഡ് വെച്ചതാണോ കണ്ടിട്ട് അതേപോലെ തോന്നുന്നു. അതുകൊണ്ട് ഇതൊരു സ്ത്രീയാണ്, അതൊരു കുഞ്ഞിനെയും വെച്ചിട്ട് നിൽക്കുന്നു, തലക്കണയും കെട്ടിവെച്ച് വന്നിരിക്കുന്നു മലഭൂതം. ഇതിനു മേലെ നിന്നെ കാണുമ്പോൾ എല്ലാവരും പറയുന്നത് വൃത്തികേട്, നിൻ്റെ കമൻറ്റാണ് ശരിക്കും വൃത്തികേട് എന്നൊക്കെ പറയുന്നത്. കമൻറ്റ് കേട്ടിട്ട് ഭയങ്കര സങ്കടമാവുന്നു, ഉള്ളിൽ പേടിയാവുന്നു. ഇങ്ങനത്തെ പോലെ നികൃഷ്ട ജീവികളിലുള്ള സമൂഹത്തിൽ എങ്ങനെ മക്കളെ വളരാൻ വിടും? ഈ അലവലാദികളൊക്കെ വല്ല ഡാഷ് കുഴിയിൽ നിന്ന് ആണോ ജനിച്ച് വീണത്? ഇവനൊക്കെ സ്ത്രീക്ക് വരുന്ന മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. കാരണം ഇവനൊക്കെ ഇവനെന്നല്ല, ഇവളുമാരും ഉണ്ട് ഇതിനകത്ത്, സ്ത്രീകളും ഉണ്ട്. ആണ് സ്ത്രീകളിൽ നല്ല ബോഡി ഷേപ്പ് വേണം, തൂങ്ങിപ്പോകാത്ത മാറ് വേണം, അങ്ങനെയുള്ള തള്ളയ്ക്ക് പറക്കാത്ത മാർക്ക് ഈ മാറ്റം പിടിക്കില്ല. കഷ്ടം. നിൻ്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ കാര്യം ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഒരു കുഞ്ഞിനെ പോലും ചുമക്കാൻ കഴിയാത്തവർ കുഞ്ഞിനെ ജനിപ്പിച്ച് ശരീരം ജഡ്ജ് ചെയ്യുന്നത് സത്യമാണതേ, സത്യം. സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ കുഴപ്പമല്ല, ആണുങ്ങളുടെ ബിഹേവിയർ എന്ന് പ്രൂവ് ചെയ്തെന്ന കമൻറ്റ് ബോക്സ്. ഈ ആണുങ്ങളുടെ ഇതൊന്നും മാത്രം പറയരുത് കേട്ടോ. ഞാൻ എപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരുന്ന സമയത്ത് ചില പെൺകുട്ടികളൊക്കെ, ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളുമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ചിന്തിക്കും ഇതെല്ലാം ആണുങ്ങളെന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെയല്ല, ചില ഞരമ്പന്മാർ ഇത് പറയുന്നുണ്ട്, സത്യമാണ്. അതേപോലെ സ്ത്രീകൾ പറയുന്നുണ്ട്. ഈ ഞരമ്പന്മാരെ പോലെ ഞരമ്പികളായിട്ടുള്ള സ്ത്രീകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടോ, പാഡ് വെച്ചതാണോ, ഇങ്ങനെയാണെന്ന് തോന്നി, അങ്ങനെയാണെന്ന് തോന്നി, മറിഞ്ഞാൽ മംഗലാപുരം, തിരിഞ്ഞാൽ തിരുവനന്തപുരം. ഇറ്റ്സ് കോൾഡ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, അത് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച്. അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരെന്തോ നെറ്റ്ഫ്ലിക്സിന്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ച പോലെയാണ്. ഒന്നും എക്സ്പോസ് ചെയ്യുന്നില്ല, ഒരു തരത്തിലും ആ കുട്ടി ഒന്നും ഒരു മോശമാക്കുന്ന രീതിയിലും തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്നിട്ടും പറയുന്നു. ചില ആൾക്കാര് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും, കൺട്രോൾ ചെയ്യും. ഹലോ, ഇന്ന് എൻ്റെ ട്രാവൽ പാർട്ട്ണറിൻ്റെ കൂടെ എവിടെ പോകണമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എൻ്റെ ട്രാവൽ പാർട്ട്ണർ എൻ്റെ മോള്, അവളുടെ പേര് ജഹാന എന്നാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഡെലിവറിയില് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് മുതലേ അവസാനം വരെ. എന്നോട് എൻ്റെ ആ കുട്ടിയുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം അതിനകത്ത് എല്ലായിടത്തും പ്രകടമാകുന്നു. ഇതെല്ലാം നോക്കിയിരുന്ന് കുത്തിയിരുന്ന് വന്നിരുന്ന് കണ്ടിട്ട് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് ഡിവോഴ്സ് ആയില്ലേ, പിന്നെ നിൻ്റെ ശരീരത്തിന് മറ്റേ തിരിച്ചിട്ട തിരുവനന്തപുരം, മറിച്ചിട്ട കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ചെയ്തു. ആക്ച്വലി ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇവർ നമ്മുടെ ചുറ്റും, നമ്മുടെ കൂടെ തന്നെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ സ്ത്രീകൾ അടക്കം സൂക്ഷിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ആൾക്കാർ. ഞാൻ ഇട്ട കമൻറ്റ്, സ്വന്തം സഹോദരി, ഈ പറയുന്ന കമൻറ്റ് ഇട്ട അവന്മാരുടെ സ്വന്തം സഹോദരി അവർ പ്രസവിച്ച് നീട്ടി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ വികാരം? ഈ കമൻറ്റ് ഇട്ട സ്ത്രീകൾ അടക്കം അവരുടെ വികാരം എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് സ്ത്രീകൾ, ഇപ്പോൾ പ്രസവിച്ച സ്ത്രീകൾ വരെ ഈ അസ്ലയുടെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പാഡ് വെച്ചതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് തെറിയാണ് വരുന്നത് വായിൽ, എങ്ങനെ വിളിക്കും? സോ ഗൈസ്, ഒന്നും പറയാനില്ല. ഒരുപാട് കോണ്ടൻറ്റുകൾ ആൾക്കാർ അയക്കുന്നുണ്ട്, ബട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നി, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അമ്മമാരെ, പെങ്ങന്മാരെ, സ്ത്രീജനങ്ങളെ, അതുപോലെ തന്നെ പുരുഷന്മാരെ, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.